അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറ ബഖറയിലെ 40-ാമത്തെ ആയത്തൊന്ന് നോക്കാം. അതിൻ്റെ അർത്ഥം വരുന്നത്, ഇസ്രായേൽ മക്കളെ, ഞാൻ നിങ്ങൾക്കേകിയ അനുഗ്രഹം ഓർത്തു നോക്കുക. നിങ്ങൾ എനിക്കു തന്ന വാഗ്ദാനം പൂർത്തീകരിക്കൂ. നിങ്ങളോടുള്ള പ്രതിജ്ഞ ഞാനും നിറവേറ്റാം. നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക. അപ്പോൾ ഇവിടെ ബനൂ ഇസ്രായേലോട് പറയുന്നൊരായത്താണിത്. റബ്ബ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ട്. ഇസ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. അപ്പം ഇത് നമ്മളെ കേസിൽ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് തന്നിട്ടുള്ള നിഅമത്തിനെ കുറിച്ചിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, നമ്മൾ പലയിടത്തായിട്ട് കേൾക്കലുണ്ട്, ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളത്. അതിന് അത്രത്തോളം നമ്മൾ റബ്ബിൻ്റെ ഒരു അബദായിട്ട് ജീവിക്കുന്ന സമയത്ത് നന്ദിയുള്ള ഒരു അബദായി ജീവിക്കുക എന്ന് പറയുന്നതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാലും നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു അബദായിട്ട് ജീവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കംപ്ലയിൻറ്റ്സ് ആയിരിക്കും. എന്ത് നടന്നാലും ഇത് നടന്നാലും എൻ്റെ ജീവിതം ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കംപ്ലയിൻറ്റ്സ് ആയിരിക്കും. ഒരുപാട് ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ടെസ്റ്റിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എളുപ്പമാക്കി തരട്ടെ. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒന്നാമത്തെ വിഷയം വെച്ചാൽ, ഈ ദുനിയാവെന്ന് പറയുന്നത് ഒരിക്കലും പെർമനൻ്റ് അല്ല. നമ്മളിവിടെ നിന്ന് ഇന്നോ നാളെ വെച്ച് നമ്മൾ മരണപ്പെട്ടു പോകും. നമുക്കൊരു അവസാന ഇതുണ്ട്. അന്ന് മുതൽ നമ്മൾ ബർസഖ് സ്റ്റാർട്ടായി. അപ്പം ആദ്യം തന്നെ ഇത് പെർമനൻ്റ് അല്ല, ടെമ്പററി ആയിട്ടുള്ളൊരു വേൾഡാണ്. ആൻഡ് ഇവിടെ നമ്മൾ അടുത്ത നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു വേൾഡ് വരുന്നുണ്ടല്ലോ, പരലോകം, സ്വർഗം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തന്നിട്ടുള്ള ഒരു സ്ഥലവും സമയവുമാണ് ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് ആക്ച്വലി. അപ്പം നമുക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്തെങ്കിലും ടൂൾസും മെറ്റീരിയൽസൊക്കെ തരുമല്ലോ. അത് വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ഫൈനലായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം, ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടാം. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കുറേ ടൂൾസ് തന്നിട്ടുണ്ട്, ഭൂമിയിൽ നമുക്ക് കുറേ ടൂൾസ് തന്നിട്ടുണ്ട്. അപ്പം ആ ടൂൾസ് എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിൽ ചില സമയത്ത് അത് ഭയങ്കര മധുരമുള്ള ടൂൾസ് ആയിരിക്കും. ഓക്കെ, ഭയങ്കര ഈസി പീസി ആയിട്ടുള്ള, ഭയങ്കര ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൂൾസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. എന്നാൽ അത് ആസ്വദിച്ചിട്ട് ഇത് തന്നത് എന്തിനാണ്, ആരാണ് തന്നത്, എന്തിനാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്, അടുത്തത് എന്താണെന്നുള്ള എല്ലാ കാര്യവും മറന്നു പോയിട്ട് ആ ടൂളിൽ മാത്രം മറന്ന് ജീവിച്ചിട്ട് എൻ്റെ റബ്ബ് എന്താണ് ഞാനിവിടെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം മറന്നിട്ട് പൂർണ്ണമായി അനുസരണക്കേടിൽ ജീവിക്കുന്ന ഒരവസ്ഥ. എന്നാൽ ചില സമയത്ത് ഉണ്ടാകുന്നത് ഭയങ്കര കൈപ്പേറിയ ടൂൾസ് ആയിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് യൂസ് ചെയ്യാൻ വേണ്ടി. ഭയങ്കര ഷാർപ്പായിരിക്കും, നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും കുത്തി ഇല്ലാതാക്കുന്ന ടൈപ്പിലുള്ള ഭയങ്കര ഷാർപ്പായിട്ടുള്ള ടൂൾസ് ആയിരിക്കും. എന്നാലോ അത് വെച്ച് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അതും ഒരു തരത്തിൽ ഇല്ലാതാക്കും. ഓൾറെഡി നമുക്കുള്ള ടൂൾസ് ഭയങ്കര ഷാർപ്പാണ്, അതിൻ്റെ ഇടയിൽ നമ്മൾ സംഭവം ഡിഫിക്കൾട്ടാക്കിയിട്ട് വെക്കും. അപ്പം ഈ ഏത് ടൈപ്പിലുള്ള ടൂളാണെങ്കിലും ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിന്. ഒരു നിഅമത്ത് കിട്ടിയാൽ നിങ്ങൾ എങ്ങനെയാണ് അത് വെച്ചിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുക. എന്നാലൊരു ടെസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അത് വെച്ചിട്ടാണ് എങ്ങനെ നമുക്ക് നമ്മളെ സ്വർഗം കണ്ടെത്താൻ പറ്റാമെന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാമെന്നുള്ളത് അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ ദീൻ. എന്നാലും നമ്മളെപ്പോഴും ഓപ്പോസിറ്റായിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കൈപ്പേറിയ ടൂൾസ് വരുന്ന സമയത്ത് കംപ്ലയിൻറ്റ് മോഡിലേക്ക് പോകുന്നതിനുപരി എന്താ റബ്ബ് എൻ്റെ ലൈഫ് എപ്പോഴും ഇങ്ങനെ, എനിക്കൊരിതില്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു കംപ്ലയിൻറ്റ് ലൈഫിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഒരു ടെസ്റ്റ് വെച്ചിട്ട് എങ്ങനെ എൻ്റെ റാങ്ക് ഉയർത്താമെന്നുള്ള ആ ഒരു ചിന്താഗതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റണം. ഡിഫിക്കൽട്ടായിരിക്കും മേ ബി എന്നല്ല, ചിലർക്ക് നല്ല ഡിഫിക്കൽട്ടായിരിക്കും. എന്നാലും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അതിലൊക്കെ ഹൈറുണ്ട്. ഓക്കെ, അതിലൊക്കെ ഹൈറുണ്ട്. അതിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നോ ഇല്ലേ, നമുക്കിപ്പോൾ അത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നോ ഇല്ലേ എന്നുള്ളത് ഡസൻറ്റ് മാറ്റർ, അതിൽ ഹൈറുണ്ട്. ഓക്കെ, അപ്പം ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് സ്വബറോട് കൂടിയിട്ട്
റബ്ബിനോട് ദുആ ചെയ്തിട്ട് തവക്കുലോട് കൂടിയിട്ട് ആ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാക്കിയിട്ട് മാറ്റിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കവിടെ വിൻ വിന്നാണ്. അതായത് പരലോകത്ത് പോകുന്ന സമയത്ത് നമുക്കിവിടെ തന്നിട്ടുള്ള ടൂൾസ് കൊണ്ട് നമ്മൾ നല്ല കാര്യമായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് നിയമത്ത് കിട്ടുന്ന സമയത്തും നമ്മളതിൽ മതിമറന്ന് ജീവിച്ച് റബ്ബിന് എന്താ പറയുക കൊടുക്കേണ്ട, അതായത് നമ്മൾ ചെയ്യേണ്ട ഇബാദത്തുകൾ ചെയ്യാതെ മതിമറന്ന് ജീവിക്കുന്ന ഒരു ലൈഫാണെങ്കിൽ നമുക്ക് പരലോകത്ത് നമുക്ക് റബ്ബ് തന്നിട്ടുള്ള ടൂള് കൊണ്ട് നല്ലൊരു സംഭവമായിരിക്കില്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അതുകൊണ്ട് നിഅമത്ത് എന്ന് പറയുന്നത് അതും എപ്പോഴും ഒരു ടെസ്റ്റ് തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കാരണം പല ആൾക്കാരും എന്താ പറയുക നിഅമത്തിനെ ശരിയല്ലാത്ത രൂപത്തിൽ യൂസ് ചെയ്തിട്ടുകൊണ്ടാണ് മിസ്ഗൈഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നിഅമത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതല്ല നമ്മൾ അങ്ങേയറ്റം പ്രശ്നത്തിലാണ് പോകുന്നുണ്ടെങ്കിലും എങ്ങനെയാണെങ്കിലും രണ്ടും നമുക്ക് ഹൈറാണ്. ഓക്കെ, അപ്പം റബ്ബിന് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ നാളെ ആഖിറത്തിൽ നമുക്ക് ഒരുപാട് നല്ല നല്ല റിസൾട്ട്സ് ആയിരിക്കും അവിടെ കാണാൻ പറ്റും. എന്തായാലും നമുക്കിവിടെ പെർമനൻ്റായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അടുത്ത ലൈഫ് എന്തായാലും നമുക്കുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്ന ടൂൾസ് എന്തിനും നമ്മൾ വെറുതെ മിസ്യൂസ് ചെയ്യണം? അത് നമുക്ക് നമ്മളെ റാങ്ക് ഉയർത്താൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്തൂടെ? ഒന്ന് ചിന്തിച്ച് നോക്കാം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുള്ള നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലേ. നമ്മൾ അള്ളാൻ്റെ അബിദാണ്. അപ്പോൾ എന്താണ് അടിമ ഉടമ ബന്ധമാണ്. ആൻഡ് ദാറ്റ്സ് ആ ഒരു റബ്ബിൻ്റെ അബിദാവുക എന്ന് പറയുന്നത് ഭയങ്കര ഹോണറായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ള കുറച്ച് കൽപ്പനകളുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് തന്നെയാലും നിറവേറണം. നമ്മളെടുക്കുന്നത് വെച്ചാൽ പിക്കി ആയിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യും, നമുക്ക് ആക്സസിബിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യും. എന്നിട്ട് നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര കാര്യമായി നമ്മളെല്ലാ സംഭവം ചെയ്തെന്നുള്ളത്. എന്നിട്ട് പോരാത്തിന് നമ്മൾ ബാക്കിയുള്ളവർ ജഡ്ജ്മെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് റബ്ബ് പറഞ്ഞിട്ടുള്ളത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. അല്ലാതെ നിങ്ങൾക്ക് ഭയങ്കര ഈസി പീസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാമെന്നുള്ള രീതിയിലല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അള്ളാഹ് നമ്മളോട് ഇന്ന കൽപ്പനകൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആക്സസിബിൾ ആയിട്ടുള്ളത് മാത്രമല്ല നമ്മൾ നിറവേറേണ്ടത്, നമ്മളെല്ലാം നിറവേറാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ നമ്മൾ നോളേജ് എടുക്കണം, ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടി വരും. അതറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ആയത്തിൻ്റെ അവസാനത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? വ ഇയ്യായ ഫർഹബൂൻ, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഭയം എന്ന് പറയുന്ന ടേം എടുക്കുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ നമുക്ക് സാധാരണ നമ്മളെ മനുഷ്യന്മാരാണ്, നമുക്ക് ചില എന്താ പറയുക മൃഗങ്ങളെ ജന്തുക്കളോടെല്ലാം നമുക്ക് ചില പേടികളുണ്ടാവുമല്ലോ. അത് കോമൺ ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ. അതല്ലാതെ പേടി എന്ന് പറയുമ്പോൾ റബ്ബിനെ അനുസരിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന പേടികളുണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ കാര്യമായിട്ട് കാണേണ്ടതാണ്. അപ്പോൾ ഈ ജന്തുക്കളും കാര്യങ്ങളൊക്കെ പറയുന്നേക്കാൾ നമുക്ക് ശരിക്കും പേടിയുണ്ടാകുന്നത് മനുഷ്യന്മാർ തന്നെയാണ്. നമ്മളൊന്ന് മോഡസ്റ്റായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത്, നമ്മളിതിനൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത്, നമ്മളെന്തെങ്കിലും നല്ലത് പഠിക്കുന്ന സമയത്ത്, നമ്മളെന്തെങ്കിലും തെറ്റുകൾ ചെയ്യാതിരിക്കുന്ന സമയത്ത്, സാധാരണ ഒരു ഗോസിപ്പ് സർക്കിൾ ഉണ്ടായാൽ നമ്മൾ പെട്ടെന്ന് നമ്മളെന്താക്കുന്നു മാറിയിരിക്കുന്നു, എനിക്കിതിന് ഇരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അത് പറയാൻ വേണ്ടിയിട്ടുള്ള പേടി. ആ ഒരു ദീനിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൊണ്ടുവരുന്ന ഒരുപാട് പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ടാവും, അത് കൊണ്ടുവരാനുള്ള പേടി. അപ്പം ഇത്തരത്തിൽ ഒരുപാട് പേടികൾ നമുക്കുണ്ട്. അതല്ലാതെ തന്നെ നാളെന്താവും, മക്കളെന്താവും, മറ്റതെന്താവും, പിന്നെ ഗവൺമെൻറ്റിൽ കുറേ തീരുമാനങ്ങളും മാറ്റങ്ങളും പൊളിറ്റിക്സിലും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, സാധനങ്ങൾക്ക് വില കൂടുന്ന സമയത്ത് എല്ലാത്തിലും ഒരു ആശങ്ക. റബ്ബ് ഇവിടെ എന്താണെന്ന് പറയുന്നത്? നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ റബ്ബിന് മാത്രം ഭയപ്പെട്ടാൽ മതി എന്നാണ് ഇതിൽ നമ്മളൊക്കെ മനസ്സിലാകുന്നത്. അല്ലാതെ നമ്മൾ ആൾക്കാരെ പ്ലീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഞാൻ പറയുന്നത് റബ്ബിനെ അനുസരിക്കുന്ന കേസിലാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ ഭയങ്കര അഹങ്കാരത്തോടെ നടക്കാമെന്നുള്ള ആ ഒരു സെൻസിൽ നമ്മൾക്ക് ചിന്തിക്കാൻ പാടില്ല. പക്ഷെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ഈ വക എന്തെങ്കിലും നമ്മളെ തടയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റേണ്ടതാണ്. ആ ഭയം നമ്മൾ മാറ്റേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ആൾക്കാരെ ഭയക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഒരു തൗബയ്ക്ക് നമ്മൾ ഇറങ്ങുന്നുണ്ട്,
നമ്മൾ ഒരാൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ നല്ല വിഷയങ്ങളാണ് ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്നത്, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ നല്ലതാവാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നുള്ളത്. ഇതൊരിക്കലും അഹങ്കാരമോ ഇതൊന്നുമല്ല. നമ്മൾ നല്ല രീതിയിൽ ആവാൻ നോക്കുന്ന സമയത്ത് നമ്മൾ ആൾക്കാരെന്ത് പറയുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇബാദത്ത് ചെയ്യുന്നതിൽ ഒരിക്കലും നമ്മൾ ആൾക്കാരെ ഭയക്കാൻ പാടില്ല. നമ്മളെല്ലാ കാര്യത്തിലും റബ്ബിനെയാണ് ഭയക്കേണ്ടത്. അപ്പം ഒരുപാട് ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു ആയത്താണ്. ഒന്നാമത്തെ കാര്യം തന്നെ പറയുന്നത്, നമ്മൾ ആ ഒരു നിയമത്തിൻ്റെ വിഷയം കേട്ടാൽ തന്നെ നമ്മളവിടെ സ്റ്റക്കാണ്. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് നമുക്ക് റബ്ബ് നൽകിയിട്ടുള്ള നിയമത്തങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരുപാടുണ്ട്. അതിന് നന്ദി കാണിച്ചെന്ന് ചോദിച്ചാൽ ഇല്ല. എന്തെങ്കിലും പറ്റുന്നതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ തട്ടിക്കൂട്ടി പോകുന്ന ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നുള്ളത്. ഇനി മുതൽ അങ്ങോട്ട് എന്താ പറയുക, ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും റബ്ബിന് ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കാൻ വേണ്ടി നോക്കാം. എപ്പോഴും റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കുക. ലൈഫിൽ എന്ത് നല്ല സംഭവം എന്ത് നടക്കുന്നുണ്ടെങ്കിലും ആദ്യം റബ്ബിനെ ഓർക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈസി പിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ആ ഉടമ്പടികൾ നമ്മൾ സ്വീകരിച്ച് നമ്മൾ ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾക്കുള്ള ആശങ്ക മാറ്റി വെക്കുക. എല്ലാത്തിലും തവക്കലോട് കൂടിയിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അള്ളാഹനെ മാത്രം ഭയപ്പെടുക. നമ്മൾ നല്ലൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ദീന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങളിൽ നമ്മൾ ആൾക്കാരെ പ്ലീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും നമുക്ക് എതിർപ്പുകളുണ്ടാവും, സ്വാഭാവികമാണത്. അപ്പോൾ അതിൽ നമ്മൾ ആൾക്കാരെ പ്ലീസ് ചെയ്യേണ്ട ആവശ്യമില്ല, അവരെ നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. റബ്ബിനോട് സഹായം ചോദിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കാം. അപ്പോൾ സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ വിഷയങ്ങളിലും എളുപ്പം നൽകട്ടെ. ശുക്റുള്ളൊരു അടിമയായി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നിർവഹിച്ച് പോകുന്ന ആബിദായി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അവരെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ദീന് ഏറ്റവും നല്ല രീതിയിൽ മുറുകെ പിടിച്ച് മാതൃകയായി ജീവിക്കാനുള്ള തൗഫീക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്.